ഇറാനിൽ ഒരു മിലിറ്ററി ഹെലികോപ്റ്റർ തകർന്നു വീണ 2 മരണം. ഇസ്ഫഹാൻ പ്രവിശ്യയിലാണ് മിലിറ്ററി ഹെലികോപ്റ്റർ തകർന്നു വീണത്. സംഭവത്തിന് പിന്നിൽ അട്ടിമറിയാണോ എന്ന് സംശയിക്കപ്പെടുന്നുണ്ട് എന്നാണ് ഇറാനിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അതേസമയം ഇറാൻ ഭരണകൂടം ഇത് പൂർണ്ണമായും നിഷേധിച്ചിരിക്കുന്നു. ഇത് സാങ്കേതിക പിഴവോ പരിശീലന പറക്കലിനിടെയുണ്ടായ സ്വാഭാവികമായ അപകടമോ എന്നാണ് ഇറാന്റെ പ്രതിരോധ മന്ത്രി ഇപ്പോൾ വ്യക്തമാക്കുന്നത്. ഇസ്ഫഹാൻ പ്രവിശ്യയിലെ ഖൊമേനി ഷഹറിലെ ഡോർചെയിൻ ഇറാനിയൻ ആർമി പരിശീലന കേന്ദ്രത്തിലെ ഒരു ഹെലികോപ്റ്ററാണ് കഴിഞ്ഞ മണിക്കൂറുകളിൽ തകർന്നു വീണത്. ഇത് ടൗണിലെ ഒരു മാർക്കറ്റിന് സമീപമാണ് തകർന്നു വീണതെന്നും ഈ തകർന്നു വീണതിൽ മറ്റൊരു അപകടവും ഉണ്ടായിട്ടില്ലെന്നും ഇറാനിലെ തന്നെ മെഹർ ന്യൂസ് ഏജൻസി ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതേസമയം ഇത് കേവലം ഒരു അപകടമാണ് എന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ കരുതുന്നില്ല. കാരണം ഇപ്പോഴത്തെ സ്ഥിതിഗതികൾ അത്രത്തോളം രൂക്ഷമാണ്. ഏത് നിമിഷം വേണമെങ്കിലും അമേരിക്കയുടെ ആക്രമണം ഇറാനിലേക്കുണ്ടാകാം. ഇറാനിലേക്കുള്ള അമേരിക്കയുടെ ആക്രമണത്തിന് മണിക്കൂറുകൾ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ എന്ന് ചില അന്താരാഷ്ട്ര മാധ്യമങ്ങൾ കഴിഞ്ഞ മണിക്കൂറുകൾ റിപ്പോർട്ട് ചെയ്യുന്നുമുണ്ട്. കഴിഞ്ഞ ദിവസം ഏറ്റവും സുപ്രധാനമായ ചില വാർത്തകൾ പുറത്തു വന്നിരുന്നു. അത് മറ്റൊന്നുമല്ല, ഇറാനെ അമേരിക്ക ആക്രമിക്കുകയാണെങ്കിൽ ആദ്യ ആക്രമണം ടെഹ്റാനിലോ പരിസര പ്രദേശങ്ങളിലോ ഉള്ള മേഖലകളിലേക്കായിരിക്കും. അത് ആദ്യമായി ലക്ഷ്യമിടുന്നത് ഇറാന്റെ സുപ്രീം ലീഡർ ആയത്തുള്ള അലി ഖമീനി ആയിരിക്കും. ആയത്തുള്ള അലി ഖമീനി തൻ്റെ വാസസ്ഥലത്ത് നിന്ന് മറ്റേതോ സുരക്ഷിത ഇടങ്ങളിലാണ് എന്ന് അമേരിക്കയും ഇസ്രായേലും സംശയിക്കുന്നുണ്ട്. ഏതോ മിലിറ്ററി സ്റ്റേഷനിലോ അല്ലെങ്കിൽ ഭൂഗർഭ ബങ്കറുകളിലോ അല്ലെങ്കിൽ ഏതെങ്കിലും സൈനിക ആസ്ഥാനത്തോ ആയത്തുള്ള അലി ഖമീനി ഉണ്ടാകാമെന്നാണ് കരുതപ്പെടുന്നത്. ആയത്തുള്ള അലി ഖമീനിയെ രാജ്യത്തിന് പുറത്തേക്ക് സുരക്ഷിതമായി എത്തിക്കാനുള്ള ചില പരിശ്രമങ്ങൾ ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോർപ്സ് നടത്തുന്നുണ്ട് എന്നുള്ള സൂചനകളും അമേരിക്കയുടെ മാധ്യമങ്ങൾ നൽകുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ഇന്ന് ഇസ്ഫഹാൻ പ്രവിശ്യയിലുണ്ടായ ഈ ഹെലികോപ്റ്റർ അപകടം അത് കേവലം ഒരു അപകടമാണ് എന്ന് കരുതാനാവില്ല. മറിച്ച് ചിലപ്പോൾ അതിന് പിന്നിൽ അമേരിക്കയുടെയോ അല്ലെങ്കിൽ ഇറാന്റെ ഏതെങ്കിലും ശത്രു രാജ്യത്തിൻ്റെയോ കൈകൾ ഉണ്ടാകാമെന്നുള്ള സംശയങ്ങളും വ്യാപകമായി പരക്കപ്പെടുകയാണ്. ഇത് പറയുന്നതിന് ചില അടിസ്ഥാന കാരണങ്ങൾ കൂടിയുണ്ട്. 2025 ജൂൺ മാസത്തിൽ ഇസ്രായേൽ ഇറാനെ ആക്രമിച്ച ആ സംഭവത്തിന് ശേഷം 12 ദിവസം നീണ്ടുനിന്ന ആക്രമണമാണ് ഇറാൻ ഇസ്രായേലിൽ നടത്തിയത്. 12 ദിവസം നീണ്ടുനിന്ന ആക്രമണമാണ് ഇസ്രായേൽ ഇറാനിൽ നടത്തിയത്. ആ ആക്രമണത്തിന് ശേഷം ഇറാനിലെ ഏറെക്കുറെ ആയുധശാലകളും ആയുധ കേന്ദ്രങ്ങളും ഡ്രോൺ നിർമ്മാണ ഫാക്ടറികളും ഒക്കെ തരിപ്പണമായി. ഇപ്പോഴും അവയൊക്കെ പുനർനിർമ്മിക്കുന്നതിനുള്ള ശ്രമങ്ങളിലാണ് ഇറാൻ സൈന്യം. അതിനുശേഷം ഏകദേശം 13ഓളം സ്ഫോടനങ്ങളാണ് ഇറാന്റെ വിവിധ മേഖലകളിലായി നടന്നത് എന്ന് ഇറാനിലെ തന്നെ ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിൽ ഏറ്റവും സുപ്രധാനമായിട്ടുള്ളത് ജനുവരി മാസം 31 ടെഹ്റാന് സമീപമുള്ള ഒരു കെട്ടിടത്തിൽ വമ്പൻ സ്ഫോടനമുണ്ടായി. ആ സ്ഫോടനത്തിൽ 61 പേരാണ് മരിച്ചത്. ഒരു ജനവാസ കേന്ദ്രത്തിലായിരുന്നു. 67 പേരാണ് ആ സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടത്. അതേസമയം ആ സ്ഫോടനത്തിന് കാരണമായി ഇറാൻ ഭരണകൂടം പറഞ്ഞത് ഇത് ഗ്യാസ് ലീക്ക് മൂലം ഉണ്ടായിട്ടുണ്ടായ ഒരു സ്ഫോടനമാണ്. ഈ സ്ഫോടനത്തിന് പിന്നിൽ അട്ടിമറിയൊന്നുമില്ല എന്നാണ് ഇറാന്റെ പ്രാദേശിക ഭരണകൂടം അന്ന് ആ സ്ഫോടനത്തെക്കുറിച്ച് പറഞ്ഞത്. എന്നാൽ പിന്നീട് ആ കെട്ടിടത്തിൽ ഉണ്ടായിരുന്നവരും പരിസരവാസികളും ചില മാധ്യമങ്ങളോട് ഇറാൻ മാധ്യമങ്ങളോട് തന്നെ പറഞ്ഞത് ആ കെട്ടിടത്തിൽ ഈ ഗ്യാസ് പൈപ്പ് കണക്ഷൻ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഗ്യാസ് പൈപ്പ് കണക്ഷൻ ഇല്ലാത്ത ഒരു കെട്ടിടത്തിൽ എങ്ങനെയാണ് ഗ്യാസ് ലീക്കിലൂടെ ഇത്രയും വലിയ അപകടമുണ്ടാകുന്നത്? ആ ചോദ്യത്തിന് ഇറാൻ ഭരണകൂടത്തിന് ഉത്തരമില്ല. അതിന് പിന്നാലെ ടെഹ്റാന് സമീപം ഫെബ്രുവരി മാസം 18 ഒരു പവർ പ്ലാന്റിൽ വലിയൊരു പൊട്ടിത്തെറിയുണ്ടായി. അത് ദിവസങ്ങളോളം തീപിടുത്തവും മറ്റ് സംഭവങ്ങളും ഉണ്ടായിരുന്നു. ഇറാനിലെ മാധ്യമങ്ങൾക്കുള്ള സെൻസർഷിപ്പ് മൂലം ഈ വാർത്തകൾ വലുതായിട്ടൊന്നും പുറത്തു വന്നിരുന്നില്ല. അങ്ങനെ ജനുവരി 31 ഫെബ്രുവരി 18 സ്ഫോടനങ്ങളടക്കം ഈ കഴിഞ്ഞ 2-3 മാസക്കാലത്തിനിടയിൽ 13 വമ്പൻ സ്ഫോടനങ്ങളാണ് ഇറാനിലുണ്ടായത്. ഈ സ്ഫോടനങ്ങളൊക്കെ തന്നെ സ്വാഭാവിക സ്ഫോടനങ്ങൾ എന്നാണ് ഇറാൻ ഭരണകൂടം പറയുന്നത്. പക്ഷേ ഇതിനൊക്കെ പിന്നിൽ ചില അട്ടിമറികൾ ഉണ്ടെന്നും ഇതിനൊക്കെ പിന്നിൽ ഒന്നുകിൽ ഇസ്രായേലിന്റെ ചാവേർ സംഘടനയായ ഇസ്രായേൽ രഹസ്യ പോലീസായ മൊസാദോ അല്ലെങ്കിൽ അമേരിക്കയുടെ ചാര പോലീസോ ചാര സംഘടനയോ ആണെന്നുള്ള സംശയങ്ങളാണ് ഇപ്പോൾ അറബ് രാജ്യങ്ങൾ ഉന്നയിക്കുന്നത്. ഇറാനും ഇത് സംബന്ധിച്ച സംശയങ്ങളുണ്ട്. പക്ഷേ ഇറാനെ സംബന്ധിച്ച് ഇത് അംഗീകരിക്കാൻ മടിയാണ്. കാരണം ഇറാന് നാണക്കേടാണ്. ഇറാൻ ലോകത്തിലെ ഏറ്റവും വലിയ ആയുധ
കരുത്തുള്ള രാജ്യമാണ്, ഏറ്റവും സൈനിക ബലമുള്ള രാജ്യമാണ് എന്നൊക്കെ വീമ്പ് പറയുന്ന ഒരു രാജ്യമാണ് ഇറാൻ, പാകിസ്ഥാനെ പോലെ. പക്ഷേ ഇറാന്റെ ഈ പറച്ചിൽ വാക്കിൽ മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ ഈ വാചകമടിയിൽ മാത്രമേ ഉള്ളൂ എന്നുള്ളത് ഇസ്രായേലിന്റെ ആക്രമണത്തിൽ നമ്മൾ കണ്ടതാണ്. 12 ദിവസം ഇസ്രായേലിന്റെ ഫൈറ്റർ ജെറ്റുകൾ ഇറാന്റെ തലയ്ക്ക് മുകളിൽ, ടെഹ്റാന്റെ തലയ്ക്ക് മുകളിൽ നിന്ന് നിരന്തരമായി ബോംബ് വർഷിച്ചു. ആ ഇസ്രായേലിന്റെ ഫൈറ്റർ ജെറ്റുകൾക്ക് നേരെ ഒരു പോറലേൽപ്പിക്കാൻ ഈ പറയുന്ന ഇറാന്റെ സൈനിക കരുത്തിന് കഴിഞ്ഞില്ല. ഇറാന്റെ S-300 എന്ന് പറയുന്ന എയർ ഡിഫൻസ് സിസ്റ്റത്തെയാണ് ആദ്യമായി ഇസ്രായേൽ തകർത്തത്. അപ്പോൾ പാകിസ്ഥാന് സമാനമായി വലിയ വാചകമടി മാത്രമുള്ള ഒരു രാജ്യമാണ് ഇറാൻ. അവരുടെ പക്കൽ ആണവായുധങ്ങളുണ്ട് എന്നൊക്കെയുള്ള ചില റൂമറുകൾ ഇപ്പോൾ പുറത്തു വരുന്നു. റഷ്യ അവരുടെ ഒരു വലിയ വ്യോമസേനയുടെ ഒരു വലിയ വിമാനത്തിൽ നിറയെ ആയുധങ്ങൾ ടെഹ്റാനിലേക്ക് എത്തിച്ചു. അതിൽ ആണവായുധങ്ങളുണ്ട്. ആണവായുധങ്ങൾ ഇപ്പോൾ ഇറാന്റെ കൈവശം എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അമേരിക്ക ഒരു ആക്രമണം ഇറാനിലേക്ക് നടത്തുകയാണെങ്കിൽ ഇറാൻ ആണവായുധം ഉപയോഗിച്ച് തിരിച്ച് അമേരിക്കയെ ആക്രമിക്കും എന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട്. അതിന്റെ യാഥാർത്ഥ്യം എന്ത് എന്നുള്ളത് നമുക്കറിയില്ല. ഇതുകൂടാതെ ചൈന അവരുടെ 2 പടുകൂറ്റൻ പടക്കപ്പലിൽ ഇറാൻ തീരത്തേക്ക് ആയുധങ്ങൾ അയച്ചു. അപ്പോൾ റഷ്യയുടെയും ചൈനയുടെയും പിന്തുണയോട് കൂടിയാണ് ഈ യുദ്ധമുഖത്ത് ഇറാൻ നിൽക്കുന്നത് എന്നതൊക്കെയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെ വാർത്തകൾ. എന്തൊക്കെയായിരുന്നാലും ഇപ്പോൾ ഇതാ ഈ സംഘർഷം മൂർച്ഛിച്ചു നിൽക്കുന്ന പശ്ചാത്തലത്തിൽ ഇറാനിൽ ഒരു സൈനിക ഹെലികോപ്റ്റർ പൊട്ടിത്തെറിച്ചിരിക്കുന്നു. 2 പൈലറ്റുമാർ അതിൽ കൊല്ലപ്പെട്ടിരിക്കുന്നു. ഈ വിവരം നൽകുന്നത് ഇറാൻ ഭരണകൂടമാണ്. ഈ പൊട്ടിത്തെറിയുടെ മറ്റ് വിശദാംശങ്ങൾ അവർ പറഞ്ഞിട്ടില്ല. എന്ത് തരത്തിലുള്ള അപകടമാണ് സംഭവിച്ചത്, അപകടത്തിൽ കൂടുതൽ പേർ കൊല്ലപ്പെട്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ ഈ തകർന്നു വീണ ഇടത്ത് കൂടുതൽ പ്രത്യാഘാതങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നത് സംബന്ധിച്ച് ഒരു വിവരവുമില്ല. പ്രത്യേകിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ആയത്തുള്ള അലി ഖമേനിയെയും മസൂദ് പെഷസ്കിയാനെയും ഒക്കെ ലക്ഷ്യമിടുകയാണ് അമേരിക്കൻ സേന എന്ന വാർത്തകൾ പുറത്തു വരുമ്പോൾ ഏതെങ്കിലും ഒരു സൈനിക കേന്ദ്രത്തിൽ നിന്ന് അല്ലെങ്കിൽ ഒരു സൈനിക ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്ന് ഏതെങ്കിലും ഒരു മാർഗം, അത് ഹെലികോപ്റ്റർ മാർഗമോ അല്ലെങ്കിൽ വിമാനമാർഗമോ അല്ലെങ്കിൽ ഫൈറ്റർ ജെറ്റിലൂടെയോ ഒക്കെ ആയത്തുള്ള അലി ഖമേനിയും അവരുടെ കൂട്ടാളികളും മറ്റൊരിടത്തേക്ക് രക്ഷപ്പെടാനുള്ള സാധ്യതകളുണ്ട്. ആ സാധ്യതകളെ പൂർണ്ണമായും ഇല്ലാതാക്കാനുള്ള അമേരിക്കൻ ശ്രമത്തിന്റെ ഭാഗമാണോ ഈ അപകടം എന്നുള്ളത് കൂടി സംശയിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും ഇറാന് ചുറ്റും എല്ലാവിധ സേനാവിന്യാസങ്ങളും പൂർത്തിയാക്കിയിരിക്കുകയാണ്. ബ്രിട്ടനിലെ തങ്ങളുടെ സൈനിക ബേസിൽ തങ്ങളുടെ പ്രധാനപ്പെട്ട ഫൈറ്റർ ജെറ്റുകൾ നിരത്തിയിരിക്കുന്നു. ഖത്തറിലെ സൈനിക ബേസിൽ F-16ഉം F-35ഉം അടക്കം നിരവധി ഫൈറ്റർ ജെറ്റുകൾ ഇറക്കിയിരിക്കുന്നു. അതുപോലെ ഇറാന്റെ പുറത്തുള്ള തീരത്ത് USS എബ്രഹാം ലിങ്കനിൽ എല്ലാ തരത്തിലുമുള്ള ആയുധങ്ങൾ എത്തിയിരിക്കുന്നു. B-2 ബോംബറുകൾ അത് ഇറാന് ചുറ്റുമുള്ള അമേരിക്കൻ സൈനിക ബേസുകളിൽ എത്തിയിരിക്കുന്നു. അങ്ങനെ ഒരു നിമിഷം കൊണ്ട് ഇറാനെ ആക്രമിക്കാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും അമേരിക്ക പൂർത്തീകരിച്ചിരിക്കുകയാണ്. 26-ാം തീയതി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ആണവ ചർച്ചകൾ ജനീവയിൽ നടക്കുന്നു. പക്ഷേ ആ ആണവ ചർച്ചകൾക്ക് മുൻപ് തന്നെ ഇറാനെ അമേരിക്ക ആക്രമിക്കുമെന്ന് തന്നെയാണ് കരുതപ്പെടേണ്ടത്. കാരണം ഇന്ത്യയും ഇസ്രായേലും ഒക്കെ എടുക്കുന്ന മുൻകരുതലുകൾ അതിനെ ശരിവയ്ക്കുന്നതാണ്. കഴിഞ്ഞ ദിവസം ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം ഏറ്റവും നിർണായകമായ ഒരു ഉത്തരവിട്ടു. ആ ഉത്തരവ് മറ്റൊന്നുമായിരുന്നില്ല, ഇറാനിലുള്ള ഇന്ത്യൻ പൗരന്മാർ എത്രയും വേഗം രാജ്യം വിട്ടുപോവുക. അത് വിദ്യാർത്ഥികളായാലും ടൂറിസ്റ്റുകളായാലും ഉദ്യോഗസ്ഥരായാലും ആരായാലും എത്രയും വേഗം കിട്ടുന്ന വ്യോമമാർഗങ്ങളിലൂടെ ആ രാജ്യം വിടുക എന്നുള്ളതാണ് ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം അടിയന്തരമായി പുറത്തിറക്കിയ ഒരു ഉത്തരവ്. അതിൽ നിന്ന് തന്നെ സംഘർഷത്തിൻ്റെ ഗൗരവാവസ്ഥ നമുക്ക് മനസ്സിലാവുന്നതാണ്. ഇപ്പോൾ ഇതാ സംഘർഷാവസ്ഥ മൂർച്ഛിച്ചു നിൽക്കുന്ന പശ്ചാത്തലത്തിൽ ഇറാനിൽ നിന്ന് ഒരു വാർത്ത വരുന്നു. ഇറാനിലെ ഒരു സൈനിക ഹെലികോപ്റ്റർ ഇസ്ഫഹാൻ പ്രദേശത്ത് തകർന്നിരിക്കുന്നു, സ്ഫോടനത്തിലൂടെ തകർന്നിരിക്കുന്നു. സ്ഫോടനത്തിന് പിന്നിലെ കാരണം വ്യക്തമല്ല. അട്ടിമറിയാണോ എന്നുള്ള സംശയങ്ങൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഉന്നയിക്കുകയാണ്.